പടം എങ്ങനെയുണ്ട്? പടം അടിപൊളി പടം. എൻഗേജിങ് ഫുൾ എൻഗേജ്. മൂന്ന് ക്യാരക്ടേഴ്സ് അടിപൊളി പടം. മസ്റ്റ് വാച്ച് പടം. എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. അജയൻ്റെ രണ്ടാം മോഷണം എടുത്തു പറയേണ്ടത് ടൊവിനോൻ്റെ പെർഫോമൻസ് തന്നെയാണ്. മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ, ഭയങ്കരമായിട്ട് വ്യത്യസ്തമാണ്. ഒന്നിനോട് നമുക്കൊന്നും സാമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ചെയ്തിരിക്കുന്ന മൂന്ന്, കേളു എന്ന് പറയുന്ന ക്യാരക്ടറാണേലും മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണേലും അജയൻ എന്ന് പറയുന്ന ഇതിൻ്റെ നായക വേഷമാണേലും ഒന്നിനൊന്നിന് ബെറ്ററാണ്. എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നിയത് മണിയൻ എന്ന് പറയുന്ന ഒരു കള്ളൻ്റെ ക്യാരക്ടർ കിടിലമായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമ മൊത്തത്തിൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനിമയാണ്. പക്ഷേ ഒരു 2D കണ്ടത്. 3D കാണുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് ചെയ്യും സിനിമ. കാരണം അതിനകത്ത് 3D കാണാനായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്ത്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സിനിമ മൊത്തത്തിൽ നന്നാകുമ്പോഴാണല്ലോ ആ സിനിമ നന്നായിട്ട് വരുന്നത്. അത് എല്ലാം കിട്ടിയിട്ടുണ്ട്. മൂന്ന് കാലഘട്ടവും സിനിമയ്ക്കകത്ത് നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അവർ ആ മൂന്ന് കാലഘട്ടത്തിലെ ഭാഷയാണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററാണ്. വലിയ ഒരു എന്താ പറയുക, ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ട് തിയേറ്ററിൽ വരുന്നവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കാം. പക്ഷേ ഒരു നല്ല സിനിമ കാണണം എന്ന് ആഗ്രഹിച്ച് തിയേറ്ററിൽ വരികയാണെങ്കിൽ ഇതുവരെ ടൊവിനോ ചെയ്തതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് സിനിമ എന്ന് നമുക്ക് പറയാം. അതെ, അത് പിന്നെ നമ്മുടെ ബേസിൽ ജോസഫിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ പുള്ളി ഇത്രയും വലിയൊരു എഫേർട്ടാണ് എടുത്തത്. അത് റിസൾട്ട് ആദ്യ സിനിമ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ സിനിമകളൊക്കെ മലയാളത്തിൽ വരണം, നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഇത്തരം സിനിമകളൊക്കെ. ലാഗൊന്നും എനിക്ക് അങ്ങനെ വലുതായിട്ട് തോന്നി. കാരണം നമ്മൾ ആ സിനിമയുടെ ആ കഥയിലേക്ക് വരുന്ന ആ ഒരു സെക്കൻഡ് ഹാഫിലേക്കാണ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെ മനസ്സിലാക്കണം. ഫസ്റ്റ് ഹാഫ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണേണ്ട കാര്യമില്ലല്ലോ. സെക്കൻഡ് ഹാഫ് കറക്റ്റായിട്ട് അത് പറഞ്ഞു തരുന്നുണ്ട്, എന്താണ് സിനിമ എന്നുള്ളതും ഇവർ തമ്മിലുള്ള കണക്റ്റിങ് എന്താണെന്നൊക്കെ ഉള്ള നമുക്ക് വളരെ വ്യക്തമാക്കി തരുന്നുണ്ട് സിനിമയ്ക്കകത്ത്. കൊള്ളാം, മൊത്തത്തിൽ നല്ല സിനിമ. ഓണത്തിന് ആദ്യ സിനിമ തന്നെ ഹിറ്റ് അടിച്ചിരിക്കുകയാണെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക്. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു വിജയമായി മാറും. കാരണം ഈ ഓണം ആദ്യത്തെ സിനിമ തന്നെ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന സിനിമകളൊക്കെ അതേപോലെ പ്രതീക്ഷകളുള്ള സിനിമകൾ തന്നെയാണ്. എന്തായാലും കൊള്ളാം. എനിക്ക് തോന്നുന്നു കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ 3D ആയതുകൊണ്ട് ഈ സിനിമ ചൂസ് ചെയ്യാനായിട്ടാണ് ചാൻസ്. കുറച്ചുകൂടെ ബെറ്റർ 3D കാണുക എന്നുള്ളതാണ്. കാരണം അതിനകത്ത് 3Dയിൽ കാണേണ്ട കുറേ സംഭവങ്ങളൊക്കെ സിനിമയ്ക്കകത്തുണ്ട്. കൊള്ളാം. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കതിനകത്ത് എല്ലാ സീക്വൻസും ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ടോവിനോയുടെ മേക്ക് ഓവർ, ടോവിനോയുടെ 3 കഥാപാത്രങ്ങൾ, നമ്മുടെ ഒരു ട്രഷർ ഹണ്ടിൻ്റെ സീക്വൻസ്, കളരിപ്പയറ്റിൻ്റെ സീക്വൻസ്, പിന്നെ അതിനകത്തുള്ള റൊമാൻസിൻ്റെ ഒരു അംശങ്ങൾ, പിന്നെ നാട്ടുകാരുടെ വെഞ്ചിയൻസ്, എല്ലാം ഒരു പവർ പാക്ഡ് സംഭവമായിരുന്നു. എല്ലാ എലമെൻസും ഉണ്ട് അവിടെ. സിനിമാറ്റിക് എലമെൻസ് ഉണ്ട്, മാസ് എലമെൻ്റ് ഉണ്ട്. 3D കാണണമെന്നില്ല, പക്ഷേ 3D കണ്ടാൽ ഇച്ചിരി കൂടെ കൂടുതൽ ഇഷ്ടപ്പെടും. അത് ഒന്നും കൂടെ സിനിമ കാണാൻ, ഒരു സിനിമ കണ്ടിറങ്ങിയിട്ട് ഒന്നും കൂടെ സിനിമ കാണണം എന്ന് എനിക്ക് വർഷങ്ങൾക്ക് കുറേ നാളെ അങ്ങനെയൊക്കെ തോന്നിയിട്ട്. നമ്മൾ പഴയ മണിച്ചത്താഴോ അല്ലെങ്കിൽ യോദ്ധയെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു എഫക്റ്റ് വരില്ല. ഇത് ഒന്നുകൂടെ കാണണം, അതുപോലെ എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തു. ആ 3 ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്ത രീതി, അതറിയാം, 3 ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്ത രീതിയൊക്കെ എക്സലൻ്റ് ആയിട്ടുണ്ടെന്നേ. കാരണം അതിനകത്ത് ടൊവിനോ, എനിക്കൊന്ന് അജയൻ എന്ന് പറയുന്ന കഥാപാത്രവും ഏറ്റവും മൂത്ത കഥാപാത്രത്തെ ഇച്ചിരി കൂടെ കുറച്ചിട്ട് മണിയൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് അതിൻ്റെ ഒരു പ്ലോട്ട്. അതാണ് കാരണം അജയനെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തിട്ടുണ്ട്. മറ്റു ഭാഷക്കാർക്കും അതെ, ഞാൻ പറയാം, ഇത് ആക്ച്വലി ഒരു പാൻ ഇന്ത്യ മൂവി തന്നെയാണ്. മറ്റു ഭാഷക്കാർക്ക് ഉറപ്പായിട്ടും ഈ മൂവി ആസ്വാദകർക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അത് നമ്മുടെ ഒരു മലയാളി കൾച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഒരു പൈതൃകം ഉണ്ടല്ലോ. ഈ പറഞ്ഞ പോലെ രാജവാഴ്ച ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, പിന്നെ ഈ നായർ, മേനോൻ, താഴ്ന്ന ജാതിക്കാരുടെ ആ ഒരു അതെല്ലാം ആ വിവേചനമെല്ലാം ഇതിനകത്ത് പറയുന്നത്. അങ്ങനെ പൊളിറ്റിക്സും പറയുന്നുണ്ട്. പക്ഷേ ആ പൊളിറ്റിക്സ് അത് ഉറപ്പായിട്ടും അതൊരു ബ്രില്യൻസ് തന്നെയാണ്. അത് പറയണം, അത് പറഞ്ഞു തന്നെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. അമ്മയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ടോവിനോ ഡയലോഗുണ്ട്. അതൊക്കെ നന്നായിട്ട് നമ്മളെ ശരിക്കും ടച്ച് ചെയ്യും. ഒരു ഫുൾ ഫാന്റസിയിൽ പോകുന്ന ഒരു കഥ. ഫാന്റസി എലമെന്റ്സ് ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഫാന്റസി എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് റിലേറ്റബിൾ ആണ്. അതിനകത്ത് അവർ ബൂമറാങ് പോകുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു സംഭവങ്ങളൊക്കെ അത് റിലേറ്റബിൾ. ആ സംഭവം അങ്ങനെ ഉണ്ടായിരുന്നായിരിക്കാം, നമുക്കറിയില്ലല്ലോ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പടത്തിലേക്ക് ഇന്നാവും. നമ്മളെത്തും. നമ്മളൊരു ഉറുമിയൊക്കെ കണ്ടില്ലേ പണ്ട്, നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമ. അപ്പോൾ ഞാൻ വെച്ചാൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ, പൊളിറ്റിക്സും പഴയ രാജവാഴ്ച അങ്ങനെ. പക്ഷേ അതൊന്നും അല്ല, അതിന് വ്യത്യസ്തമായിട്ട് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓണത്തിന് ഒരു ഹിറ്റായി, ഉറപ്പായിട്ട് ഹിറ്റാവും. താങ്ക് യു.